ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നത് പറഞ്ഞു, വേർഡിനകത്ത് എങ്ങനെയാണ് ടൈപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇതുപോലെ, അതായത് ഈ ബോണഫൈഡ് സ്റ്റുഡൻറ്റ് സർട്ടിഫിക്കറ്റ് ഇതുപോലെ നമ്മൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നാണ് കാണിക്കുന്നത്. ഓൾറെഡി ഞാനിത് സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഇത് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, നമ്മൾ ആദ്യമേ ഇതുപോലെ ടൈപ്പ് ചെയ്ത് വെക്കുക. അതായത് ഈ വേർഡിൻ്റെ ഈ ഷീറ്റ് നമ്മളിതുപോലെ ടൈപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം, ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ലെറ്ററിൻ്റെ താഴെ നോക്കൂ, ഈ ടെക്സ്റ്റിൻ്റെ നേരെ താഴെ ഒരു ബ്ലൂ കളറിൽ കാണാം. ഈ ബ്ലൂ കളറിൽ കാണുന്നത് ഗ്രാമർ മിസ്റ്റേക്കാണ്. ഇതിനെ നമ്മൾ കളയണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇവിടെ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അതുപോലെ കേട്ടോ, ഇതിനകത്ത് ജസ്റ്റ് ഒരു ഗ്രാമർ മിസ്റ്റേക്ക് കാണുന്നുണ്ട്, അത് പോയി. അതുപോലെ തന്നെ ഇവിടെ ഈ റെഡ് കളറിൽ കാണിക്കുന്നത് സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. ഇതിനെ നമുക്ക് ജസ്റ്റ് സ്പേസ് അടിച്ചിട്ട് കളയാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ കൊടുത്ത ഈ ടെക്സ്റ്റിനെ നമ്മൾ അക്ഷരത്തിൻ്റെ സ്റ്റൈലൊന്ന് മാറ്റി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾ സെലക്ട് ചെയ്യണം. ഓൾ സെലക്ട് ചെയ്യുക. കീബോർഡിൽ കൺട്രോൾ എ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഓൾ സെലക്ട് ആവും. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ ഫോണ്ട് ലിസ്റ്റ് ഉണ്ട്. ഫോണ്ട് പിക്ക് എ ന്യൂ ഫോണ്ട് യുവർ ടെക്സ്റ്റ്. ഇതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഫോണ്ടുകളുടെ ലിസ്റ്റ് കാണാം. ഇതിൽ നിന്ന് നമ്മൾ ടൈംസ് ന്യൂ റോമൻ ഫോണ്ടാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ടെക്സ്റ്റിൻ്റെയും സ്റ്റൈല് മാറി. ദെൻ ഇതുപോലെ നമ്മൾ ബോണഫൈഡ് സ്റ്റുഡൻറ്റ് സർട്ടിഫിക്കറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിന് നമ്മൾ അലൈൻമെൻറ്റ് സെൻറ്ററിലോട്ടാക്കുക. അലൈൻമെൻറ്റ് സെൻറ്റർ, അതുപോലെ തന്നെ ജസ്റ്റ് ബോൾഡ് ചെയ്തു. ഫോണ്ട് ഇൻക്രീസ് ചെയ്യുക. അതായത് ഫോണ്ടിനെ ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക, ഇൻക്രീസ് ചെയ്തു. ദെൻ ദിസ് ഈസ് ടു സർട്ടിഫൈ എന്നുള്ളത് ബോണഫൈഡ് സ്റ്റുഡൻറ്റ് സർട്ടിഫിക്കറ്റിന് തൊട്ട് താഴെ വരരുത്. കുറച്ച് ക്യാപ്പ് ഇട്ടിട്ട് നമ്മളിവിടെ എൻ്റർ അടിക്കുക. ദിസ് ഈസ് ടു സർട്ടിഫൈ എന്നുള്ളടത്ത് കർസർ വെച്ചിട്ട് എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈൻ താഴോട്ട് വരുന്നതായിട്ട് കാണാം. ഓക്കെ, ഇവിടെ നമുക്ക് ഫോട്ടോ ആഡ് ചെയ്യാനുള്ള ഒരു ക്യാപ്പ് വേണം. ഓക്കെ, ദെൻ ഇനി നമ്മൾ ഈ ഒരു ലൈൻ, ഈ 3 സെൻറ്റൻസിന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോണ്ട് ഇൻക്രീസ് ചെയ്യുക. ഫോണ്ട് ഇൻക്രീസ് ചെയ്തു. ഹൈലൈറ്റ് ഇത് കാണിക്കുക. അതുപോലെ ജസ്റ്റിഫൈ ചെയ്യുക. പാരഗ്രാഫിനെ ജസ്റ്റിഫൈ ചെയ്യുക. അതുപോലെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ട ഭാഗം സെലക്ട് ചെയ്ത് ബോൾഡ് ചെയ്യാം. സെലക്ട് ചെയ്തു, ബോൾഡ് ചെയ്തു. അതുപോലെ ഇതെല്ലാം നമുക്ക് എടുത്ത് കാണിക്കേണ്ടതാണ്. ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ട ഭാഗങ്ങളൊക്കെ ഒന്ന് ബോൾഡ് ചെയ്യാം. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു ലൈനിന് ഒരു ക്യാപ്പ് കൊടുക്കുക. ജസ്റ്റ് കഴ്സറിൻ്റെ ഫസ്റ്റ് കഴ്സർ വെക്കുക, എൻ്റർ കീ പ്രസ് ചെയ്യും. ഓക്കെ, ഇവിടെയൊക്കെ നമ്മൾ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ എൻ്റർ അടിച്ച് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് വേണ്ടത് ഒരു ബോക്സ് സെലക്ട് ചെയ്യുക. ബോക്സ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസെർട്ടിൽ വന്നിട്ട് ഷേപ്പിനകത്ത് ഒരു ഷേപ്പ് എടുക്കുക. റെക്റ്റാങ്കിൾ എടുക്കുക. റെക്റ്റാങ്കിൾ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ വരച്ചു. ഇത് ഫില്ല് ചെയ്തിട്ടാണ് ഈ ഒരു ബോക്സ് വരുന്നത്, ഒരു റെക്റ്റാങ്കിൾ വരുന്നത്. ഈ ഫില്ല് നമുക്ക് ഒഴിവാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രോയിങ് ടൂൾസ്, ഒരു ഡ്രോയിങ് നമ്മൾ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടൂൾസ് വരും ഇവിടെ, ഡ്രോയിങ് ടൂൾസ്. അതിനകത്ത് കാണാം നമുക്ക് ഷേപ്പ് ഫില്ല്. ഈ ഷേപ്പ് ഫില്ല് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോ ഫില്ല് കൊടുക്കുക. നോ ഫില്ല് കൊടുത്തപ്പോൾ എന്തായി, ഇതിനകത്തുള്ള കളറ് നോ ഫില്ലായി. ദെൻ ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിനകത്ത് നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യണം. ടെക്സ്റ്റ് ആഡ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്കതിനകത്ത്, അല്ലെങ്കിൽ ഫോട്ടോ ആഡ് ചെയ്യുന്നില്ല, വെറും ടെക്സ്റ്റ്. ഈ ലൈനിന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ആഡ് ടെക്സ്റ്റ് കൊടുക്കുക. ആഡ് ടെക്സ്റ്റ് കൊടുക്കുമ്പോൾ കഴ്സർ നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലാണ് വരിക. അതിനുശേഷം നമുക്കത് അലൈൻ ടെക്സ്റ്റ് കൊടുത്തിട്ട് നമ്മൾ ടോപ്പിലോട്ട് കഴ്സർ വേണമെന്നുണ്ടെങ്കിൽ ടോപ്പിൽ ചെയ്യുമ്പോൾ ടൈപ്പ് ഇവിടെ വരും. ഫോണ്ട് കളർ ബ്ലാക്ക് ആക്കി കൊടുക്കുക. ഇവിടെ ഹോം മെനുവിൽ ഫോണ്ട് കളർ ബ്ലാക്ക്. ഓക്കെ, ഇനി നമ്മൾ ഫോട്ടോ ഓഫ് ദി ടൈപ്പ് ചെയ്തു. ഇതിനെ നമുക്ക് ഒറ്റ ലൈനിലോട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ ഫോണ്ട് ഡിക്രീസ് ചെയ്യുക, ഫോണ്ട് കുറക്കുക. ഓക്കെ,
ഇനി ഇത് നമുക്ക് സെൻറ്ററിലോട്ട് ആക്കണമെങ്കിൽ ഫോർമാറ്റ് ഓപ്ഷനിൽ പോവുക, അലൈൻ ടെക്സ്റ്റിൽ മിഡിലാക്കി കൊടുക്കുക. ഓക്കെ, ദെൻ ഇവിടെ ഒരു അണ്ടർലൈൻസ് വന്നിട്ടുണ്ട്. ദ സ്റ്റുഡൻറ്റ് ഗ്രാമർ മിസ്റ്റേക്കാണ്. ദെൻ ഇതിൻ്റെ ഫോണ്ട്, അതായത് ഔട്ട്ലൈൻ, ബോക്സിൻ്റെ ഔട്ട്ലൈൻ നമുക്ക് എന്താക്കണം, ബ്ലൂ കളറിലാണ് ഇപ്പോൾ കിടക്കുന്നത്, അത് ബ്ലാക്കിലോട്ട് മാറ്റാം. ഷേപ്പ് ഔട്ട്ലൈൻ. ഇതുപോലെ നമുക്ക് ഓരോ വർക്ക് ബേസിലൂടെ ഓരോ ക്ലാസ്സുകൾ ഞാൻ ഇടുന്നതായിരിക്കും. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.